നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ഭാഗത്തേക്കും അവൻ വന്നിട്ടില്ല. വാ നോക്കാം. ഫാസ്റ്റ് അവൻ എങ്ങനെ എസ്കേപ്പ് ആയി? നിന്നെ പോലെ ആരവും മെജീഷ്യനാണോന്ന് എനിക്ക് സംശയമുണ്ട്. എന്റെ സംശയം അതല്ല, വയ്യാത്ത കാലുമായി അവൻ എങ്ങനെ ഓടി രക്ഷപ്പെട്ടു? കാല് വയ്യാത്തതായിട്ട് അവൻ അഭിനയിക്കുകയാണോ? ഏയ്, അഭിനയൊന്നുമല്ല. നീയല്ലേ അവന്റെ കാലിനടിച്ചത്? നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടാവും. അവനിത് ഇങ്ങോട്ട് ഓടി ഒളിച്ചു. ഓരോ നിമിഷം അവൻ നമുക്ക് ടെൻഷൻ തന്നോണ്ടിരിക്കുക. അയ്യോ പാവം, കാല് വയ്യാത്ത കുട്ടിയാന്ന് തോന്നുന്നു. അതെ. എടി, അത് ആരവല്ലേ? ആരവേ, നിക്ക്, പിടിക്കവനെ. ഇപ്പൊ നിനക്ക് ഞങ്ങളെ തോളി കൈടാതെ നടക്കാൻ പറ്റുമല്ലേ? ഈ വടി കിട്ടിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നിങ്ങളും രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവളുമാര് പൊക്കിയനെ. ഇവനെവിടെയെങ്കിലും ഒളിപ്പിക്കുക, അല്ലെങ്കിൽ അവര് കാണും. ഞാൻ എവിടെ പോയി വിളിക്കാം? അവിടോട്ട് പോ. ഇതെന്താ വടിയൊക്കെ ആയിട്ട്? ഞങ്ങളെ തല്ലാനാണോ? അല്ല, ഗോസ്റ്റിനെ തല്ലാനാ. ഗോസിനെ കണ്ണെ കണ്ണ് ഞങ്ങളെ തല്ലിക്കൊല്ലും. ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോണം. ഞങ്ങള് പോവില്ല, ഇവിടെ തന്നെ ഇരിക്കാനാ ഞങ്ങളുടെ തീരുമാനം. നിങ്ങൾ പോകില്ലേ? ഞങ്ങളെന്തിനു പോണം? കുറച്ചേരം ഇവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ പോകുന്നു. ഇത് ഞങ്ങൾ പതിവായിട്ടിരിക്കുന്ന സീറ്റാ. നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോയിരിക്കേ. മറ്റെവിടേക്കെങ്കിലും പോയിരിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അതാവാലോ. അവിടെ അല്ലേ ഇരിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമില്ലേ? നിങ്ങൾ മാറില്ല അല്ലേ? മാറില്ല. മാറ്റാനും ശ്രമിക്കണ്ട. ശ്രമിച്ചാലേ അത് പ്രശ്നാവും. ചേച്ചിമാർക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇന്ന് മുതൽ ഈ സീറ്റിൽ പതിവായിട്ടിരിക്കാനാ ഞങ്ങളുടെ തീരുമാനം. ഞങ്ങള് പോയി കഴിയുമ്പോ നിങ്ങളിരുന്നോ. അങ്ങനെയാണോ? അങ്ങനെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം. നിങ്ങൾ നിന്ന് വിഷമിക്കണ്ട, നിന്നെയൊക്കെ എടുത്തോളാടി. നിങ്ങളുടെ ചവിട്ടുള്ളതല്ല ഞാൻ ഇവിടെ താമസിക്കുന്നത്. സോറി ആരോ. അതെ, നിന്റെ കാര്യം നടക്കാൻ ചവിട്ട് മാത്രമല്ല, ചിലപ്പോ ചാക്കി കെട്ടേണ്ടി വരും. സൗകര്യമുണ്ട്, സഹിച്ചാ മതി. നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് പിടിച്ച് നടക്ക്. സൂക്ഷിച്ച് പതുക്കെ മതിയെ. ചെൽ. പാമ്പിന്റെ ശബ്ദം പോലാണല്ലോ കേട്ടത്. മന്ദു,
ഈശോ, ഐസക്ക. ഉഫ്, ഈ മനുഷ്യൻ. ഐസക്ക, നിങ്ങൾ എന്തിനാ പാമ്പിനെ പോലെ ഷ്ന്ന് വിളിച്ചത്? മനുഷ്യൻ പേടിച്ചു പോയി. രാത്രിയായ ഞാൻ പാമ്പല്ലേ മന്തു? ഇപ്പൊ പകലല്ലേ? നിങ്ങൾ ഏതിലേ വന്നത്? പഴയ പോലെ മതിലിയടി. പേഴ്സ് തരാൻ വേണ്ടി നീ വിളിച്ചിട്ടല്ലേ ഞാൻ ഈ സമയത്ത് ഇവിടെ വന്നത്. ഊഫ്, ഇങ്ങോട്ട് പോ മനുഷ്യ. വാ ഇങ്ങോട്ട്. ഇത് ഒറിജിനൽ സ്റ്റീലൊന്നുമല്ല, മാക്സിമം പോയാൽ 100 രൂപ ആയിട്ടും. അതോടെ വെക്ക്. ഇത് ആക്രിയല്ല. പട്ടാപ്പകല് നിങ്ങൾ എന്തിനാ മതിൽ ചാടി വന്നത്? ആ ഗേറ്റിന്റെ മുന്നിൽ വന്നാ പോരായിരുന്നോ? ഞാൻ സ്ഥിരമായിട്ട് മതിലിയാടിയല്ലേ വരുന്നത്. എന്നാ പിന്നെ പോയി ഗേറ്റ് വഴി വരാം. ഊഫ്, അവിടെ നിക്ക്. പിന്നെ നീയല്ലേ പറഞ്ഞത് ഗേറ്റ് വഴി വരാൻ? ഇനി നിങ്ങൾ പുറത്തു പോണ്ട. ആരെങ്കിലും കേട്ടാ പ്രശ്നമാവുന്നു. ഇതാ നിങ്ങളുടെ പേഴ്സ്. സൂക്ഷിച്ചു വെക്ക്. ഇതിനെ കളഞ്ഞിട്ട് പോവല്ലേ? അല്ല, ഇനിയിപ്പോ വന്ന വഴി തിരിച്ചു പോവല്ലേ? നീ വല്ലതും എടുത്തു വെച്ചിട്ടുണ്ടോ? പോകുമ്പോ അതും കൂടി കൊണ്ടുപോയായിരുന്നു. കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്ത് ചാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ആക്രിയാണോ? ആക്രിയല്ല, മാക്രി. തനിക്കെപ്പോഴും അതേ ഉള്ളു ചിന്ത. അതിനെന്താടി കുഴപ്പം? അതല്ലേടി നമ്മുടെ ജീവിതമാർഗം. എന്റെ ദൈവമേ, ഒരു ആക്രിക്കാരൻ തന്നെ എന്റെ തലയിൽ കെട്ടിവെച്ചല്ലോ. നിന്നെ കെട്ടുന്നതിന് മുമ്പ് ഞാൻ ആക്രിക്കാരനല്ലായിരുന്നു, മര്യാദയ്ക്ക് തുണിക്കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവനാ. നിന്നെ കെട്ടിയതുകൂടി അതെല്ലാം തൊലഞ്ഞു, ഞാൻ ആക്രിയായി. ഓ പിന്നെ, നിങ്ങൾ എന്നെ കെട്ടിയ കാര്യമൊന്നും പറയണ്ട. എനിക്ക് ഫ്രീ ആയിട്ട് ഡ്രസ് തന്നെന്ന് എന്നെ വശീകരിച്ചതല്ലേ? നിനക്ക് ഫ്രീ തന്നെ. എന്റെ കട ഫ്രീ ആയി, എന്റെ കൈ ഫ്രീ ആയി, എന്റെ അക്കൗണ്ടും ഫ്രീ ആയി, പേഴ്സും കാലിയായി. ഇവിടെ ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല. ഇവിടെ ആയതുകൊണ്ടാണ് ഞാൻ പലതും പറയുന്നത്. മതി മതി, ബാക്കി ഞാനേ വീട്ടിൽ വന്നിട്ട് തരാം. മന്തു, നീ കഴിഞ്ഞ തവണ പാൽപ്പൊടി ഒന്നും നയിച്ചില്ല. പാൽപ്പൊടിയല്ല, ഈ സമയത്ത് നിങ്ങൾ ഇവിടെ ആരെങ്കിലും കണ്ടാലേ ഇടിച്ച് നിങ്ങൾ കുടിച്ച പാല് ഛർദിപ്പിക്കും. ഇതങ്ങോട്ട് കൊണ്ടുവെക്കും. ഇത് മുടിഞ്ഞ വെയിറ്റ് ആണല്ലേടി. കാര്യമായിട്ട് എന്തോ കിട്ടിയിട്ടുണ്ട്. നീ പിടി പിടി. എന്നാ പിന്നെ ഞാൻ പോട്ടെ. അയ്യോ ഐസക്ക്, വന്ന വഴി പോണ്ട. ഞാനേ വേറൊരു വഴി പറഞ്ഞുതരാം. എന്നാ പിന്നെ ഞാൻ കുളത്തിന്റെ കരയിൽ കൂടെ പോവാം. അതിലേ പോയാലേ ആരും കാണൂല. ആ ബെസ്റ്റ്. എന്നിട്ട് വേണം കാല് തെറ്റി കുളത്തി വീണ് വെള്ളം കുടിക്കാൻ. എന്റെ വെള്ളം കുടിയും മുട്ടും. അതൊന്നുമല്ല, വേറെ വഴിയുണ്ട്.